ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ഈശ്വരറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മ്യ ആത്മീയതയുടെ 125ാമത്തെ സെഷനാണല്ലോ ഇത്. 4-ാം സദനത്തെക്കുറിച്ചുള്ള 46ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാം സദനത്തെക്കുറിച്ചുള്ള 3-ാമത്തെ അധ്യായത്തിന്റെ 5 കണ്ണികൾ നമ്മൾ പൂർത്തിയാക്കി. 6ാമത്തെ കണ്ണിയിലേക്ക് നമ്മൾ വരികയാണ്. അവിടെ സ്നേഹം പ്രബുദ്ധമായിരിക്കണം. സ്നേഹത്തിൻ്റെതായ അനുഭവത്തിലേക്ക് നമ്മുടെ ആത്മാവ് നിമഗ്നമാകുന്നിടം വരെ കുറച്ച് ഭൗതികമായ ചിന്തയുടേതായ കാര്യങ്ങൾ നമ്മൾ അനുവർത്തിച്ചു പോകേണ്ട ആവശ്യമുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് അമ്മത്രേസ്യ ചില ന്യായങ്ങൾ അവതരിപ്പിക്കുകയാണ്. 1-ാമത്തെ ന്യായം നമ്മൾ കണ്ടു കഴിഞ്ഞു. 2-ാമത്തെ ന്യായം അമ്മത്രേസ്യ പറഞ്ഞ പ്രകാരമാണ്: ആന്തരികമായ ഈ പ്രവർത്തനങ്ങളെല്ലാം അത്യന്തം ഹൃദ്യവും സൗമ്യവുമാണെന്നുള്ളതാണ്. അപ്പോൾ ക്ലിഷ്ടമായി എന്തെങ്കിലും ചെയ്യുന്നത് ഗുണത്തേക്കാൾ ദോഷമായിരിക്കും. ക്ലിഷ്ടം എന്ന് ഞാൻ പറയുന്നത് ശ്വാസം പിടിച്ചു നിർത്തുകയും മറ്റും പോലെ ഏതെങ്കിലും വിധം ബലം പ്രയോഗിക്കുന്നതിനെ കുറിച്ചാണ്. ആത്മാവ് ദൈവ തൃക്കരങ്ങളിൽ സ്വയം അർപ്പിച്ച് അവിടുന്ന് തിരുമനസ്സാകുന്നതെല്ലാം നിർവഹിക്കട്ടെ. സ്വന്തം താല്പര്യങ്ങളെല്ലാം വിഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് കഴിയുന്നത്ര പൂർണ്ണമായി വിധേയപ്പെടുകയും ചെയ്യട്ടെ. ഇതാണ് ചെയ്യേണ്ടത്. അപ്പം ബലം പിടിച്ചുള്ള ചിന്തകള് അല്ല ചിന്തിക്കാതിരിക്കൽ, ഈ ക്ലിഷ്ടമായ മാർഗം എന്ന് പറയുന്നതാണ്. ക്ലിഷ്ടമായ കാര്യങ്ങൾ, ക്ലേശകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല പ്രാർത്ഥനയിൽ ഈ ഒരു രംഗത്ത് പ്രത്യേകിച്ചും ആഴപ്പെടേണ്ടത്. ബലം പിടിച്ച് ചിന്തിക്കുന്നതും ഭാവന ഓണാക്കി അങ്ങനെ പോകുന്നത് അത് ഒഴിവാക്കണം. അതേസമയം ചിന്തിക്കാതിരിക്കാനുള്ള ബലമെടുത്തോ, ഭാവനയെല്ലാം ഓഫാക്കാനുള്ള ബലമെടുത്തോ അതും വേണ്ട എന്നാണ് മദ്രസയോട് പറയുന്നത്. കാരണം അതിൻ്റെ ന്യായം, 2-ാമത്തെ ന്യായം പറയുന്നത് ഹൃദ്യവും സൗമ്യവുമാണ് ആന്തരികമായ പ്രവർത്തനങ്ങളെല്ലാം. വളരെ ഹൃദ്യമായ, സൗമ്യമായ, ആയാസരഹിതമായ, ആശ്വാസപ്രദമായ, ആനന്ദസന്ദായകമായ, ശാന്തതയും സൗമ്യതയും തുളുമ്പ് നിൽക്കുന്ന അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ആത്മീയമായ കാര്യങ്ങൾ. അതുകൊണ്ട് അതിനിടയിൽ ഇങ്ങനെ വളരെ ആയാസകരമായി ബലം പിടിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകാൻ ഇടവരുന്നത് ശരിയല്ല, ചേരുകയല്ല എന്ന് മദ്രസ പറയുകയാണ്. അതാണ് 2-ാമത്തെ ന്യായയുടെ മദ്രസ പറയുന്നത്. കുറിച്ച് പറഞ്ഞാൽ തിരിഹിതം മാത്രം എന്നെ നിറവേറട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, തിരിഹിതം മാത്രം, തിരിഹിതം മുഴുവൻ അവിടുത്തെ കരുണയാൽ എന്നെ നിറവേറണമേ. അമ്മയോടൊപ്പം സമർപ്പിക്കുന്നു. പ്രത്യേക ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു പ്രാർത്ഥന ചിന്തിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. ശ്വാസം പിടിച്ചു നിർത്തുകയും മറ്റും പോലെ ഏതെങ്കിലും വിധം ബലം പ്രയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്, ക്ലിഷ്ടമെന്ന് പറയുന്നത്. ആത്മാവ് സ്വയം ദൈവ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് അവിടെ തിരുമനസ്സാകുന്ന എല്ലാം നിർവഹിക്കാനായിട്ട് അനുവദിക്കുക. സ്വന്തം താല്പര്യങ്ങളെല്ലാം വിഗണിച്ചുകൊണ്ട് ദൈവഹിതത്തിന് കഴിയുന്നത്ര പൂർണ്ണമായി വിധേയപ്പെടുകയും ചെയ്യട്ടെ. അതാണ് തിരിഹിതം എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് അവിടുന്ന് തിരുമനസ്സാകുമ്പോൾ, അവിടെ തിരുമനസ്സാകുന്ന വിധത്തില്, അവിടെ തിരുമനസ്സാകുന്ന സമയത്ത്, അവിടെ തിരുമനസ്സാകുമ്പോൾ ആകുന്നെങ്കിൽ എന്നിൽ ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ താല്പര്യങ്ങളും കണക്കൂടെ എല്ലാം വിട്ട് കളഞ്ഞിട്ട് അവിടത്തേക്ക് സ്വയം ഉപേക്ഷിച്ച് നമ്മൾ തന്നെ സമർപ്പിച്ച് കൊടുത്തുകൊണ്ട് കാത്തിരിക്കുക. അതാണ് ആത്മീയതയുടെ ശൈലി എന്നുള്ളത് 2-ാമത്തെ ന്യായമായിട്ട് മദ്രസ പറയുന്നത്. 3-ാമത്തെ ന്യായം: ഒന്നും ചിന്തിക്കാതിരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ അനേകം ചിന്തകൾ ഉണരുകയും ഒട്ടേറെ ചിന്തിക്കേണ്ട ആവശ്യം നേരിടുകയും ചെയ്യും. അവിടെ അങ്ങനത്തെ ഒരു സ്ട്രെയിൻ വേണ്ട. ഒന്ന് ചിന്തിക്കാതിരുന്നെങ്കിലും ശരിയാകുള്ളൂ എന്നുള്ള ഒരു വാദമാണല്ലോ മൊത്തത്തിൽ പരിഗണിക്കുന്നത് ഈ ഒരു ശൈലിയില്. ചിന്തിക്കാതിരിക്കാനും നോക്കണ്ട, മനഃപൂർവ്വം ചിന്തിക്കാനും നോക്കണ്ട, തമ്പുരാനെ ഒരു വിട്ടുകൊടുത്തായിരുന്നാൽ മതി. അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കാനുള്ള ശ്രമം തന്നെ വല്ല ചിന്ത ഉണ്ടാക്കിയെന്ന് വരും എന്ന് മദ്രസ പറയുകയാണ്. 4-ാമത് ഒരു ന്യായം കൂടെ പറയുന്നത്: സർവപ്രധാനവും ദൈവത്തിന് ഏറ്റവും പ്രീതികരവുമായ സംഗതി നാം അവിടുത്തെ മഹിമയും സ്തുതിയും അനുസ്മരിക്കുന്നതും നമ്മെ തന്നെയും നമ്മുടെ താല്പര്യങ്ങളെയും നമ്മുടെ സുഖം, ആനന്ദം എന്നിവയും എല്ലാം വിസ്മരിക്കുന്നതുമാകുന്നു. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതായ തിരിഹിതം മാത്രം എന്നുള്ള ആശയം തന്നെ വീണ്ടും പറയാം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സർവപ്രധാനമായിട്ടുള്ളതും നമ്മുടേതായ താല്പര്യങ്ങളൊക്കെ വിട്ട് അവിടുത്തെ മഹത്വം ശ്രദ്ധിക്കുക, അവിടുത്തെ സ്നേഹം ശ്രദ്ധിക്കുക, ആ തിരുമുമ്പിലായിരിക്കുക. അത് മതി, നമ്മുടെ കാര്യങ്ങളെല്ലാം വിട്ടേരെ എന്ന് പറയുകയാണ്. എന്നാൽ സ്വന്തം ചെയ്തികളിൽ ബദ്ധശ്രദ്ധനായ ഒരാൾ എങ്ങനെയാണ് സ്വയം വിസ്മരിക്കുക?
എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലി 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 ഇരുന്ന് അങ്ങനെ നോക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ എങ്ങനെയാണ് തമ്പുരാനായിട്ട് വിട്ടുകൊടുക്കപ്പെടുന്നത്? അത് പല കാര്യങ്ങളും ബദ്ധശ്രദ്ധമാണ്, ശ്രദ്ധയിലും ഫ്രീ അല്ല. അങ്ങനത്തെ ഒരു ഉള്ളത്തെ ദൈവത്തിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയാണ് മദ്രസ പറയുന്നത്. അനങ്ങി പോകരുതെന്ന അയാളുടെ നിശ്ചയം, അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണം, ശ്വാസം ഇങ്ങനെ വെക്കണം. അങ്ങനെ വെക്കുന്ന വ്യക്തിയുടെ ഇരിപ്പിനകത്ത് ആ വ്യക്തിയുടെ സമയം മുഴുവനും സ്വയം നിയന്ത്രിക്കലിലേക്കായി പോവുകയാണ്. ബുദ്ധിയും ആഗ്രഹങ്ങളും ഒന്നും അനങ്ങിയേക്കരുത്. ആ വ്യക്തി ചിന്താമത്തത്തിൽ പറയുകയാണ്. ദൈവത്തിന്റെ ഉപരി മഹിമ അപേക്ഷിക്കാനായാലും അവിടത്തേക്ക് സ്വായത്തമായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് സന്തോഷിക്കാനായാലും ശകലം പോലും അനങ്ങരുത്. ഇപ്പൊ ഒരു മദ്രസയുടെ മനസ്സിലുള്ള യോഗാസനങ്ങൾ അത് വെച്ചുകൊണ്ടുള്ള ഈ ധ്യാന രീതികളൊക്കെ ഈ ബുദ്ധ ഹൈന്ദവ രീതിയിലൊക്കെയുള്ള ദൈവ അന്വേഷണ ദൈവ അനുഭവ മാർഗങ്ങളെ കുറിച്ചായിരിക്കും മദ്രസ മനസ്സിൽ കിടക്കുന്നത്. നമ്മുടെ തന്നെ പ്രയത്നങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ദൈവാനുഭവ പരിശ്രമങ്ങളാണത്. അത് വിജയിക്കുകയാണ് മദ്രസ പറയുകയാണ്. നമുക്ക് ഉള്ള ദൈവീയ കൃപ സ്വീകരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ബുദ്ധിയുടെ പ്രവർത്തനം നിലയ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് അതിനെ വേറൊരു വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ആത്മാവിന്റെ അറിവിനെ നമുക്ക് പ്രാപിക്കാവുന്നതിലും വളരെയധികം ഉയർന്ന നിലയിലേക്ക് പ്രകാശിപ്പിച്ച് ഉയർത്തുന്നു. അതായത് ആ അറിവ് നമ്മെ അങ്ങനെ വിലയിപ്പിക്കുകയും ആ ലയനത്തിൽ എങ്ങനെയെന്നറിയാൻ നാം പൂർവാധികം പ്രബുദ്ധരായി തീരുകയും ചെയ്യുന്നു. നമ്മുടെ സർവ്വ പ്രയത്നം കൊണ്ടും അത് നേടാൻ സാധിക്കുകയില്ല. അസ്ഥാനത്തുള്ള പ്രയത്നം ആ പ്രബുദ്ധതയെ നശിപ്പിക്കുകയല്ലാതെ ഗുണം വരുത്തുകയില്ല. അപ്പൊ നമ്മൾ ഒരു ഇല്യൂമിൻഡ് ആവുക, ബോധോജ്ഞാനം ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മളുടെ പരിശ്രമം കൊണ്ട് ഇങ്ങനെ യോഗ ചെയ്ത് നമ്മൾ നേടിയെടുക്കുന്ന കാര്യമല്ല. നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ ഇതുപോലെ വിട്ടുകൊടുത്തായിരിക്കുമ്പോൾ തമ്പുരാൻ തക്ക സമയത്ത് ഇടപെട്ടിട്ട് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു, മനസ്സിനെ വേണ്ട പോലെ ഏറ്റെടുക്കുന്നു, ഭാവനയെ വിശുദ്ധീകരിച്ച് ശാന്തമാക്കുന്നു, ആത്മാവിനെ ഉണർത്തുന്നു. അപ്പോൾ മദ്രസ പറയാണ്, അതാണ് ബുദ്ധിയുടെ പ്രവർത്തനം നിലയ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിനെ അവിടുന്ന് വേറൊരു വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. നമ്മുടെ ഈ മാനുഷിക തരത്തിൽ ചിന്തയുടെ തല അവിടുന്ന് ഓഫാക്കിയിട്ട് ബുദ്ധിക്ക് ദൈവിക പ്രകാശം തന്ന് ഇൻസ്പയർഡ് നോളജ് നമ്മിലേക്ക് ഇൻഫ്യൂസ് ചെയ്യപ്പെട്ട് ദൈവിക ജ്ഞാനം നിറയുകയാണ്, ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ കിട്ടുകയാണ്, ജ്ഞാനം നമ്മിലേക്ക് ഒഴുകി വന്ന് നിറയുകയാണ്. അതാണ് സംഭവിക്കേണ്ടത്, നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ആത്മാവിന്റെ അറിവിനെ നമുക്ക് പ്രാപിക്കാവുന്നതിനും വളരെയധികം ഉയർന്ന നിലയിലേക്ക് പ്രകാശിപ്പിച്ച് ഉയർത്തുന്നു. ആത്മീയമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അത് നമ്മൾ ദൈവം തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ആത്മീയമായി അന്വേഷിക്കുന്നവർക്കാണ്. ലൗകിക മനുഷ്യർക്ക് അത് ബുദ്ധിശൂന്യതയാണ്, അവർക്കിത് ഗ്രഹിക്കാൻ പറ്റുകയില്ല. കാരണം ബുദ്ധി കൊണ്ട് കിട്ടുന്നതല്ല, മാംസരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്, എൻ്റെ പിതാവിൻ്റെ ആത്മാവാണെന്ന് ഈശോ പത്രോസിന് പറഞ്ഞില്ലേ? ഫിലിപ്പിൽ വെച്ച് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് ഏറ്റു പറയുമ്പോൾ ആ ഏറ്റുപറച്ചിൽ കറക്റ്റാണ്. പക്ഷെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലോചിച്ച് കണ്ടുപിടിച്ചെടുത്ത കാര്യമല്ലത്. ദൈവം അത് പത്രോസിന്റെ ആത്മാവിനെ പ്രകാശിപ്പിച്ചിട്ട് ഈ ഒരു ദൈവിക വെളിപ്പാട് അങ്ങോട്ട് കൊടുത്തതാണ്. അതാണ് ഇൻഫ്യൂസ്ഡ് നോളജ്. ദൈവരഹസ്യം നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന് നൽകപ്പെടുന്നതാണ്. അത് അങ്ങനെയാണ് നമ്മളെ ദൈവം വളർത്തിയെടുക്കുന്നത്, നമ്മുടെ പരിശ്രമം കൊണ്ടല്ല എന്ന് പറയുകയാണ്. ആത്മാവിന്റെ അറിവിനെ നമുക്ക് പ്രാപിക്കാവുന്നതിന് വളരെ അധികം ഉയർന്ന നിലയിലേക്ക് പ്രകാശിപ്പിച്ച് ഉയർത്തുന്നു. അതായത് ആ അറിവ് നമ്മെ അങ്ങിൽ വിലയിപ്പിക്കുകയും ആ ലയനത്തിൽ എങ്ങനെയെന്നറിയാതെ പൂർവാധികം പ്രബുദ്ധരായി തീരുകയും ചെയ്യും. അപ്പൊ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ചെയ്യുന്നതല്ല. പക്ഷെ ഇങ്ങനത്തെ അനുഭവം വന്നു കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രബുദ്ധരാകും. സ്നേഹത്തിന്റെ ജ്വലനമുള്ള ദൈവ അനുഭവത്തിലേക്ക്, അവബോധത്തിലേക്ക് നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ പ്രവേശിക്കാൻ ഇടവരും. അതാണ് നാം അറിയാതെ തന്നെ സ്വപ്രയത്നം കൂടാതെ നടക്കും. നമ്മുടെ സർവ്വ പ്രയത്നം കൊണ്ടും അത് നേടാൻ നമുക്ക് സാധിക്കുകയില്ല, എത്ര നോക്കിയാൽ നടക്കുകയില്ല. അസ്ഥാനത്തുള്ള യജ്ഞം ആ പ്രബുദ്ധത നശിപ്പിക്കുക, അത് ഗുണം വരുത്തുകയില്ല. വെറുതെ കിടന്ന് അങ്ങനെയുള്ള ജ്ഞാനം പ്രകാശം പ്രാപിക്കാനായിട്ട് നോക്കുന്നത് ഉപദ്രവം ഉണ്ടാക്കുകയുള്ളൂ. എമോസയ്ക്ക് വശിഷ്ഠന്മാരുടെ കണ്ണുകളെ അവിടെ തുറന്നു, അപ്പോൾ അവർ കണ്ടു കർത്താവാണെന്നുള്ളത്. ബുദ്ധിക്ക് പ്രകാശം കിട്ടി, അപ്പോൾ കാര്യങ്ങൾ ഗ്രഹിച്ചു. അപ്പം അങ്ങനത്തെ ഒരു സ്പർശനമാണ് നമുക്കിവിടെ വേണ്ടത്. ദൈവം നമുക്ക് ആത്മീയ ശക്തികൾ തന്നിരിക്കുന്നത് അവയെ പ്രവർത്തിപ്പിക്കാനാണ്. അവിടുന്ന് എല്ലാറ്റിനും പ്രതിഫലം തരും. മാന്ത്രിക ശക്തി കൊണ്ട് എന്നവണ്ണം അവയെ നിരുന്മേഷപ്പെടുത്തരുത്. ദൈവം അവയെ തുലവും ഉത്കൃഷ്ടമായ പ്രവർത്തനത്തിലേക്ക് ഉയർത്തുന്നത് വരെ
അവയോരോന്നും സ്വകൃത്യം നിർവഹിച്ചു കൊള്ളട്ടെ. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ബുദ്ധി, മനസ്സ്, ഭാവന അത് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് വിട്ടേക്കുക. നമ്മുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കുമ്പം ബലപ്രയോഗം വേണ്ട, നമ്മൾ തത്രപ്പാട് വേണ്ട. അങ്ങനെ ക്ഷമയോടെ ശാന്തമായിട്ട് കാത്തു നിൽക്കുമ്പോൾ ദൈവം അതിനെ സ്പർശിക്കും, അതിനെ പ്രകാശിപ്പിച്ച് ഉയർത്തിയെടുത്ത് മിസ്റ്റിക്കൽ അനുഭവം അല്ലെങ്കിൽ ദൈവികമായ കൃപാവരത്തിൻ്റെ പ്രത്യേകമായ അനുഭവം കൊണ്ട് അതിനെ നിറയ്ക്കാൻ ഇടവരും എന്ന് മദ്രസ പറയുകയാണ്. ഇതല്പം വളരെ സൂക്ഷ്മമായ ചില തലങ്ങൾ മദ്രസയോട് വിശദീകരിച്ചു പോകുന്നത്. അത്തരം കാര്യങ്ങളൊന്ന് കേട്ട് വെക്കുക. മനസ്സിലായെന്നിരിക്കട്ടെ, മനസ്സിലാക്കാത്തതിനെ പറ്റി ഭാരപ്പെടണ്ട. കാരണം താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ മദ്രസ വിശദീകരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഒരു നമ്മൾ സുഹൃത സരണിക്കകത്തൊരു ഒന്നുകൂടി ഇറങ്ങേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നുണ്ട്. മുന്നോട്ട് വരുമ്പോൾ മദ്രസേനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാമത്തെ ഖണ്ഡിക, ഈ സദനത്തിൽ പ്രവേശിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് തിരുമനസ്സായ ആത്മാവ് അനുവർത്തിക്കേണ്ട അത്യുത്തമമായ കർമ്മപദ്ധതി ഞാൻ ഗ്രഹിച്ചിടത്തോളം മേൽ വിവരിച്ചതാണ്. ഈ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇതേപറ്റി പറയാനായിട്ടുള്ളത്. ഈ 4-ാം സദനത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ടുള്ളത് ഇത് തന്നെയാണ്. കൃത്രിമ യജ്ഞമോ സംഭ്രമമോ ഒന്നും കൂടാതെ ബുദ്ധിയുടെ വ്യഗ്ര വ്യാപാരങ്ങളെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ പൂർണ്ണമായി സ്തംഭിപ്പിക്കുകയും അരുത്. ബുദ്ധിയുടെ, ഭാവനയുടെ, മനസ്സിൻ്റെ വ്യാപാരങ്ങളെ കൃത്രിമമായ അസാധാരണമായ പ്രയത്നവും സംഭ്രമവും വെപ്രാളവും ഒന്നുമില്ലാതെ നിയന്ത്രിക്കാനായിട്ട് നോക്കിക്കൂ. എന്നാൽ അത് പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കാനും നോക്കരുത്. അതിൻ്റെ പ്രവർത്തനം ഉണ്ട്, ദൈവം വെച്ചിരിക്കുന്നതാണ്. അതിന് ദൈവം നമുക്ക് ആ കഴിവ് തന്നപ്പോൾ അതുപോലെ ദൈവം നന്മ കണ്ടിട്ടുണ്ട്. അതിലേക്ക് അത് പോകട്ടെ, അതിനപ്പുറം അവിടെ സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന്. ദൈവസമക്ഷം നിൽക്കുന്നുവെന്നും ദൈവം ആരാണെന്നും മറ്റുള്ള ചിന്ത മനസ്സിൽ പുലർത്താവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് തമ്പുരാൻ്റെ മുമ്പിലാണ് ഞാൻ, എൻ്റെ ദൈവമേ അങ്ങ് ആരാണ്, ഞാൻ ആരാണ്, ഇതാ ഞാൻ. സിമ്പിളായിട്ട് ചിന്തകൾ മതി. അത്തരം ചിന്തകൾ ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ ഉതകുന്നെങ്കിൽ നന്ന്, അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാം. എന്നാൽ ആ സൂക്ഷ്മ പദവി എന്താണെന്ന് പരിശോധന ചെയ്യാൻ ഉദ്യമിക്കരുത്. അവിടെയും ഞാനിപ്പോൾ എന്തുമാത്രമായി അല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുന്നുണ്ടോ അങ്ങനെ ചിന്തയിലേക്ക് നമ്മൾ പോയി ഒരു പരിശോധന, ക്രിട്ടിക്കൽ എക്സാമിനേഷനും വിലയിരുത്തലും ഒന്നും വേണ്ട. മനസ്സിന് ലഭിച്ചിട്ടുള്ള വിശിഷ്ട ദാനമാണത്. മനസ്സിൻ്റെ സ്വാഭാവിക പ്രവർത്തനം, വിൽ പവർ, അതങ്ങനെ നീങ്ങട്ടെ. യജ്ഞമൊന്നും കൂടാതെ അത് അനുഭവിക്കാൻ മനസ്സിനെ അനുവദിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഏതാനും സ്നേഹപ്രകരണങ്ങൾ ഉരുവിടുന്ന ഇതിന് വിരോധമില്ല. അങ്ങനെ ചിന്താരഹിതമായ ഒരവസ്ഥ അല്പസമയത്തേക്ക് മാത്രമാണെങ്കിലും പ്രത്യേക യജ്ഞമൊന്നും കൂടാതെ മിക്കപ്പോഴും താനേ കൈവന്നുകൊള്ളും. ചിന്താരഹിതമായൊരവസ്ഥ, ഏതാണ്ട് ഒന്നും ചിന്തിക്കുന്നില്ലാതെ ഒരു സാന്നിധ്യ അനുഭവത്തിൽ നമ്മളായിരിക്കുന്ന ഒരവസ്ഥ, അതിലേക്കാണ് ഇപ്പം എത്തേണ്ടത്. അതാണ് എൻ്റെ കറക്റ്റ് പാത കിടക്കുന്നത്, അതിലെയാണ് പോകേണ്ടത്, അതിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ചിന്താരഹിതമായ, നമ്മളതിൽ കുറച്ച് കാണും, പ്രശാന്തമായ പ്രാർത്ഥന. ഇത് ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയുടെ ഒരു ആരംഭമാണ്. കൊണ്ടംപ്ലേഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണ്. കൊണ്ടംപ്ലേഷൻ, പ്രണിധാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ യഥാർത്ഥമായ ധ്യാനം എന്ന് പറയുന്ന അനുഭവം ഇത് തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടെയാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ പല പേരിൽ അറിയപ്പെടുന്നു. നമുക്കത് ചിലപ്പോൾ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നിനെ വായിക്കാം. ഇങ്ങനെ നമ്മൾ നിൽക്കും, മനസ്സിനെ പ്രത്യേകമായിട്ട് ബലം പിടിക്കരുത്. അതിന് സ്വാഭാവികമായ രീതിയിൽ നമ്മൾ സാന്നിധ്യം അനുഭവിച്ചോട്ടെ. ചില ഏതാനും സ്നേഹപ്രകരണങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടായിരിക്കാം. അങ്ങനെ ചിന്താരഹിതമായൊരവസ്ഥ അല്പസമയത്തേക്കാണെങ്കിൽ പോലും പ്രത്യേക യജ്ഞമൊന്നും കൂടാതെ ഞാൻ ബലമായിട്ട് പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുന്ന അല്ലാതെ നമുക്ക് കൈവരുന്ന അനുഭവം. അങ്ങനെ വരുമ്പോൾ അത് ശാന്തമായിട്ട് സ്വീകരിക്കുക നന്ദിയോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷൻ കുറച്ചുകൂടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാം, അപ്പോൾ കുറച്ചുകൂടെ വ്യക്തത കിട്ടും. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹോദരങ്ങളെ നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.